ഇന്ന് മണിയറ ഒരിക്കൽ പാർട്ട് 2 ആണ് ട്ടോ. കല്യാണത്തിന് ഇനി ആകെ ഒരു ദിവസം ബാക്കി അതിനുള്ള പർച്ചേസിന് പോയിക്കൊണ്ടിരിക്കട്ടോ. അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് സലീക്കും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മള് നേരെ വീട്ടിലേക്ക്. റൂമിലാണെങ്കിൽ വാൾപേപ്പറിന്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ. റൂം മാത്രമല്ലോ, ഞാനും മൊഞ്ചാണ്. അതിന് മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പരിപാടി ഉപ്പാക്ക് ഡ്രസ്സ് എടുക്കലാണ് കേട്ടോ. വൈറ്റ് അതിനെ കൊണ്ട് ഓവർ സെലക്ഷൻ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ എടുത്ത ഡ്രസ്സ് ഉപ്പാക്ക് നേരെ കൊണ്ടേ കൊടുത്തു. ഇതാണ് സന്നന്റെ ഇത്താത്ത കേട്ടോ. അത് ഇതോളം പുയ്യാപ്പിളാണ്. സംഭവം നമുക്ക് അളിയനൊക്കെ ആയിട്ട് വരെങ്കിലും അതിന്റെ ചാടൊന്നും മൂപ്പരിക്കില്ല. നമ്മള് ഫ്രണ്ട്സുകളെ പോലെ അളിയന്മാരായ അങ്ങനെ വേണം. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടും സൈബക്ക് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് നിങ്ങൾ പോയി കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കരച്ചിൽ മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ സൈബക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോ റൂമിൽ എസിന്റെ പണിക്കാർ വന്നു. എസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എസി ഫിറ്റ് ചെയ്തിട്ട് 12 മണി കഴിഞ്ഞപ്പോ നമ്മള് നേരെ ഹൈലൈറ്റ് മാളിലേക്ക്. വേറെ ഒന്നുമില്ല, എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. എന്റെ കൂടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വന്നവനാണ് ഇവര്. നീ എവിടെ പോയി കിടക്കാണ് പകല് മുഴുവൻ? ഒരു നേരത്തും ഓൺലൈനിൽ കാണാനല്ലോ. അയ്യോ, ഞാനൊരു കാര്യം പറയാം, ഭയങ്കര ഗ്ലാമറാണ് കേട്ടോ. അങ്ങനെ ഓനവിടെ കുറുകിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ തന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. കഴിഞ്ഞ് രാത്രി ആയപ്പോ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ഫ്രണ്ട് ആയിട്ടുള്ള റാസിക്ക് വന്നിട്ടോ.